ഏൽക്കേണ്ടി വന്ന ഒരു ബഹുമാന്യ മെമ്പറുണ്ടല്ലോ, അദ്ദേഹം അവിടെ നിൽക്കുകയാണ്. അപ്പോൾ ഞാനിങ്ങനെ ആശ്ചര്യപ്പെട്ടു, എന്താണ് ഇങ്ങനെ ഇദ്ദേഹം ഇവിടെ വന്ന് നിൽക്കുന്നത് അവിടെ അങ്ങോട്ട് കയറാൻ പറ്റുന്ന മട്ടിലാണ്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ, ഞാനിവിടെ വന്നിരുന്ന് കഴിഞ്ഞപ്പോൾ മെല്ലെ ചാടി അങ്ങോട്ട് കയറുന്ന നില വന്നു. സർ, അതിൻ്റെ കൂടെ 2-3 അംഗങ്ങൾ വന്ന് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കുന്ന നില കൊണ്ടു. സർ, ഞാനിവിടെ ഇരുന്ന് കാണുകയാണ്. ഒരു വാച്ച് ആൻഡ് വാർഡായാലും മനുഷ്യനാണല്ലോ, വല്ലാത്ത പ്രഷർ അവരുടെ മേലെ വരികയാണ്. ഇവരെല്ലാവരും കൂടി പിടിച്ച് വലിക്കുകയാണ്, 3-4 MLA കൂടി. അപ്പോൾ ഒരാൾ മെല്ലെ ഒരു വലിയ ക്ഷീണഭാവം ഞാൻ കാണുകയാണ്. ഇതെല്ലാം ഞാനിവിടെ ഇരുന്നു കൊണ്ട് കാണുകയാണ്. ഇത്തരത്തിലുള്ള സംഭവത്തിന് എന്തിനാണ് ഒരുമ്പെട്ടത്? എന്തിനാണ് നിശബ്ദ ജീവികളായ വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പുറപ്പെട്ടത്? എന്തിനാണ് അവരെ തള്ളിമാറ്റാൻ നോക്കിയത്? അവിടെ അവരുടെ കൂട്ടത്തിലുള്ള സ്ത്രീ വനിതാ വാച്ച് ആൻഡ് വാർഡിന് നേരെ തള്ളുന്ന കാഴ്ച കണ്ടല്ലോ. സർ, ഇതെല്ലാം കണ്ടതല്ലേ? സർ, സാധാരണ നിലക്ക് എൻ്റെ നാട്ടിലൊരു വർത്തമാനമുണ്ട്, 8 അട്ടി വെച്ച പോലെയെന്ന്. അത്രയും ഉയരം മാത്രമുള്ള ഒരാളാണ് ഇവിടെ വലിയ തോതിൽ പോയിട്ട് ആക്രമിക്കാൻ പുറപ്പെടുന്നത്. സ്വന്തം ശരീരശേഷി കൊണ്ടല്ലത്, സ്വന്തം ശരീരശേഷി അതിനൊന്നും പറ്റുന്നതല്ല എന്ന് കാണുമ്പോൾ എല്ലാവർക്കും അറിയാം. പക്ഷേ നിയമസഭയുടെ പരിരക്ഷ വെച്ചുകൊണ്ട് വാച്ച് ആൻഡ് വാർഡിനെ ആക്രമിക്കാൻ പോവുകയാണ്. അതും വനിതാ വാച്ച് ആൻഡ് വാർഡിനെ അടക്കം ആക്രമിക്കാൻ തയ്യാറാകുന്ന നില സ്വീകരിക്കുകയാണ്. സർ, ഇതെല്ലാം അപമാനകരമല്ലേ? സാധാരണഗതിയിലുള്ള പാർലമെന്ററി നടപടിക്രമം എന്താണെന്ന് അറിയാത്തവരല്ല ഞങ്ങളാരും. പക്ഷേ ആ നടപടിക്രമത്തിലേക്കൊന്നും ഞങ്ങൾ നീങ്ങാറില്ല, അങ്ങും നീങ്ങുന്നില്ല. കാരണം എത്രയോ പ്രാവശ്യം സഭയിലുണ്ടായിട്ടുണ്ട്. രീതികളാണ് നമ്മളിവിടെ അംഗീകരിച്ചു പോകുന്നത്. അതൊരു ദൗർബല്യമായി പ്രതിപക്ഷം കാണുകയാണ്. അതിൻ്റെതായ എല്ലാ അവസരങ്ങളും അവരുപയോഗിക്കുകയാണ്. ഇത് തീർത്തും അപലപനീയമായ കാര്യമാണ്, ഒരു തരത്തിലും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യമാണ്. മറ്റ് കൂടുതൽ കാര്യങ്ങളിലേക്ക് ഞാനിപ്പോൾ കടക്കുന്നില്ല. അങ്ങ് ഇക്കാര്യത്തിൽ ഉചിതമായ നിലപാട് സഭയുടെ മുൻപാകെ അവരടക്കമുള്ളപ്പോൾ വെളിവാക്കേണ്ടി വരുമെന്നാണ് എനിക്ക് തോന്നുന്നത്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയുടെ കാര്യങ്ങൾ പരാമർശിച്ചു.